ഇംഗ്ലണ്ടിലെ ചില സർവകലാശാലകളുടെ നിലനിൽപ്പിന് തന്നെ ഇപ്പോൾ ഭീഷണിയാകുകയാണ് UK സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ഫീസ് വർധനവും വിദ്യാർത്ഥികളുടെ ബാങ്ക് ബാലൻസ് വർധനവും തൊഴിലുടമകളുടെ ഇൻഷുറൻസ് അംശാദായത്തിലെ വർധനവുമൊക്കെ. അങ്ങനെ UK വിദ്യാഭ്യാസ രംഗം ഇന്ത്യക്കാരടക്കം വിദേശ വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെയും ഏറെ വിലമതിക്കാത്ത തരത്തിലുമൊക്കെ കണ്ടിരുന്ന UKയിലെ സർവകലാശാലകളിലെ ആ കോഴ്സുകൾ ഇനി വിദേശ വിദ്യാർത്ഥികൾക്ക് അന്യം നിന്ന് പോകുകയാണോ എന്ന് തോന്നും ഇപ്പോഴത്തെ UKയുടെ ഈ പോക്ക് കണ്ടാൽ. വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇനി അങ്ങോട്ട് ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വൃത്തങ്ങൾ സർവകലാശാലകൾക്ക് നൽകുന്ന സൂചന. തിരിച്ച് സർവകലാശാലകൾ ചോദിക്കുന്നത്, നിങ്ങളല്ലേ ഫീസ് വർദ്ധിപ്പിച്ചത്, നിങ്ങളല്ലേ ഓരോന്നിൻ്റെയും വിദ്യാർത്ഥികളുടെ പേഴ്സിൻ്റെ കനം വരെ വർദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. മറുപടിയില്ല. സർക്കാരിൻ്റെ നികുതി വർധനവും ട്യൂഷൻ ഫീസ് വർധനവും ഒക്കെ ഇതിനകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ചിലവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് ഈ പുതിയ വിസ നൽകുന്നതിലെ സങ്കീർണതകൾ. ഇതിനപ്പുറമാണ് കുടിയേറ്റ നിയമം പരിഷ്കരിച്ച് ഈ വേനൽക്കാലത്ത് കൊണ്ടുവരാനായിട്ട്, വേനൽക്കാലത്ത് അല്ലെങ്കിൽ വസന്തകാല ബജറ്റിൽ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ UKയിലെ ചാർമർ സർക്കാർ ശ്രമിക്കുന്നത്. റേച്ചൽ റീവ്സിൻ്റെ ആ നടപടി കൂടിയാകുമ്പോൾ എല്ലാത്തിനുമൊടുവിൽ ഇനി സർവകലാശാലകൾ നിലംപരിശാകുമെന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ UKയിലെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം UK വിദ്യാർത്ഥികളുടെ ഫീസ് 9,535 പൗണ്ടായിട്ടാണ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 8 വർഷത്തിനിടയിലെ ആദ്യത്തെ വർധനവ്. അതുതന്നെ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് പിന്നെയും പിടിച്ചു നിൽക്കാം, പൗണ്ടിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. പക്ഷേ ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലടക്കം വരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് അത് താങ്ങാനാകുന്നതല്ല. സർവകലാശാലകളിലെ കണക്കുകൾ പറയുന്നത് സാമ്പത്തിക സ്ഥിതി മോശമായി തുടരുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന അധ്യയന വർഷം കൂടുതൽ കോഴ്സുകൾ അവസാനിപ്പിക്കേണ്ടി വരും, കൂടുതൽ അധ്യാപകരെ വിദ്യാഭ്യാസ വിദഗ്ധരെ പിരിച്ചുവിടേണ്ടി വരും. ഇതൊക്കെ വ്യാപകമായി പരിഗണിക്കുന്നതെന്നാണ്. ഫീസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് സ്വാഭാവികമായും കുറയും. ആ വിദ്യാർത്ഥികൾ പഠിത്തം നിർത്തുമെന്നല്ല, അതത് രാജ്യങ്ങളിൽ പഠിക്കുമെന്നല്ല, അവർ UK വിട്ട് ഇതിനേക്കാൾ ലാഭത്തിൽ തങ്ങൾക്ക് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ജർമ്മനി അടക്കം രാജ്യങ്ങളിലേക്ക് പോകും, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം തേടി പോകും, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് വളരെ വ്യക്തമാണ്. ആ ട്രെൻഡ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വിവിധ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് UKയിലെ വിദ്യാഭ്യാസ വിദഗ്ധർ സൂചന നൽകുന്നുണ്ട്, മുന്നറിയിപ്പ് പറയുന്നുണ്ട്. അടുത്തിടെയാണ് വിദേശ വിദ്യാർത്ഥികളുടെ ദൈനംദിന ചിലവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ച് കാണിക്കണം എന്ന് ആവശ്യപ്പെട്ട് UK വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമിറങ്ങിയത്. ഇത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരടക്കം വിദ്യാർത്ഥികളുടെ ചിലവ് വർദ്ധിപ്പിക്കും. അതേസമയം പുതിയ വിദ്യാർത്ഥികൾ ഈ കൊള്ള കണ്ട് UKയിലേക്ക് തിരിഞ്ഞു നോക്കുകയുമില്ല. പിന്നെ തൊഴിലുടമയുടെ ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലെ വർധനവ് പല സ്ഥാപനങ്ങളെയും മൊത്തത്തിൽ കൂടുതൽ മോശമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പോക്കറ്റിൻ്റെ പേഴ്സിൻ്റെ കനം കൂട്ടണം എന്ന് UK വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ അവർ കൂടുതൽ മണിക്കൂറുകൾ പാർട്ട് ടൈം ജോലികൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. കാരണം ചെലവിനുള്ള തുക കണ്ടെത്തണം. ജനുവരി അവസാനം വരെയുള്ള വർഷത്തിൽ സ്റ്റഡി വിസകൾക്കുള്ള അപേക്ഷകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 13% കുറവെന്നതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഇത് വിദേശ വിദ്യാർത്ഥികളെ UKയിലേക്ക് നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ നിലപാട് തന്നെയാണെന്ന് ഇപ്പോൾ ആരോപണം വരുന്നുണ്ട്. ആഭ്യന്തര വിദ്യാർത്ഥികളുടെ, അതായത് UKയിലെ വിദ്യാർത്ഥികളുടെ വിവിധ കോഴ്സുകൾക്കും അവരുടെ ഗവേഷണത്തിനുമൊക്കെ സബ്സിഡി നൽകാൻ സർവകലാശാലകൾ ഉപയോഗിക്കുന്ന ഏത് തുകയാണ്? ഈ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന അധിക ഫീസാണ് നൽകുന്നത്. ഈ തുക എടുത്താണ് UKയിലെ ഇംഗ്ലണ്ടുകാരായ വിദ്യാർത്ഥികളുടെ പഠനവും ഗവേഷണവും ഒക്കെ ഈ സർവകലാശാലകൾ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചു കൊണ്ടുപോകുന്നത്. ഇനി പുറത്തുനിന്നുള്ള വരവ് കുറയും. അപ്പോൾ ഇവരുടെ കാര്യം എന്താകും? 61% ഇംഗ്ലണ്ടുകാർ നിലവിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി കുടിയേറ്റത്തിൻ്റെ നിലവാരം ഇതേപടി തുടരുകയോ വർദ്ധിപ്പിക്കണമോ എന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം അത് വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. കാരണം തങ്ങളുടെ രാജ്യത്തെ സർവകലാശാലകൾ നിലനിന്ന് പോകണമെങ്കിൽ വിദേശ വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി വന്നേ പറ്റൂ എന്ന നിലപാടിന് ഇപ്പോഴെന്ന് 61% പേർക്കറിയാം. പക്ഷേ 4/1 ഇംഗ്ലണ്ടുകാരൻ പറയുന്നത് കുടിയേറ്റം കുറയ്ക്കണമെന്നാണ്. സർക്കാരിൻ്റെ വിദേശ വിദ്യാർത്ഥി നയത്തിൻ്റെ തുടർച്ചയായ ഭേദഗതികൾ, പുതുക്കലുകൾ, ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ UKയിലേക്കുള്ള പ്രവേശനത്തെ ദോഷകരമായി തന്നെയാണ് ബാധിക്കുന്നത്. അത്തരത്തിലുള്ള നിയമങ്ങൾ, പ്രസ്താവനകൾ, നിർദ്ദേശങ്ങൾ ഇതൊക്കെ UK വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കണമെന്നാണ് വിവിധ വൈസ് ചാൻസലർമാർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും കുടിയേറ്റ വകുപ്പും എല്ലാം കൂടി ആകെ സംഘർഷമയമായി മാറുകയാണ് UKയിൽ. കുടിയേറ്റ നിയമങ്ങളിലെ പുതിയ ഭേദഗതികൾ കൂടി വരുന്നതോടെ UKയിൽ ഒരു വിദ്യാർത്ഥി വന്നാൽ പഠിത്തം കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകേണ്ടി വരും. എന്തിനാണ് UKയിലേക്ക് ഇന്ത്യയിലടക്കമുള്ളൊരു വിദേശ വിദ്യാർത്ഥി വരുന്നത്? അതിൽ ഭൂരിഭാഗം പേരും, കുറച്ച് പേർ മാത്രമാണ് അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടി തിരികെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി ഭൂരിഭാഗം പേരും അവിടെ തന്നെ ഭേദപ്പെട്ടൊരു ജോലി കണ്ടെത്തി തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളിലാണ്. അത് പാടില്ല എന്ന്
ലേബർ സർക്കാർ ഇപ്പോൾ പറയുമ്പോൾ ഭേദഗതി കൊണ്ടുവരാൻ പോകുമ്പോൾ അവിടെ തകരുന്നത് യു കെയുടെ വിദ്യാഭ്യാസ മേഖലയാണ്, യു കെയുടെ വിദ്യാഭ്യാസ ഗുണമേന്മയാണ്, യു കെയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വരവാണ്. അതിലപ്പുറം യു കെയിലെ തദ്ദേശീയരായ വിദ്യാർത്ഥികളുടെ ഗവേഷണത്തെയും ഗവേഷണ വികസനങ്ങളെയും അവരുടെ തുടർ പഠനങ്ങളെയുമാണ് ഈ സർവകലാശാലയെ ഞെരുക്കുന്നതിലൂടെ ബാധിക്കുന്നത് എന്നുകൂടി വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് ഓർത്താൽ കൊള്ളാം. കാരണം അമേരിക്കയുടെ കർശനമായ താരിഫുകൾ യു കെയെ ഞെരിച്ചമർത്താൻ പോകുകയാണ്. വ്യവസായ യു കെക്ക് എങ്ങനെയെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതികളൊക്കെ വർദ്ധിപ്പിച്ച് രക്ഷ നേടാം. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ യു കെ നട്ടം തിരിയുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വിദേശ വിദ്യാർത്ഥികളുടെ വിസ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ എന്നാണ് വൈസ് ചാൻസലർമാരടക്കം ഇപ്പോൾ യു കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകുന്ന മുന്നറിയിപ്പ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.